ബൈബിൾ ക്യൂസ് ഉൽപ്പത്തി 8-ാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, ഉൽപ്പത്തി 8-ൽ ദൈവം ആരെ ഓർത്തു? ഉത്തരം നോഹയെ. രണ്ടാമത്തെ ചോദ്യം, ദൈവം നോഹയോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്ന മറ്റാരെയും ഓർത്തു? ഉത്തരം സകല മൃഗങ്ങളെയും. മൂന്നാമത്തെ ചോദ്യം, ദൈവം ഭൂമിയിൽ എന്തു അയച്ചു? ഉത്തരം കാറ്റ്. നാലാമത്തെ ചോദ്യം, കാറ്റ് വീശിയപ്പോൾ എന്താണ് കുറഞ്ഞത്? ഉത്തരം വെള്ളം. അഞ്ചാമത്തെ ചോദ്യം, ആഴത്തിൻ്റെ ഉറവുകളും ആകാശത്തിൻ്റെ ജനലുകളും എന്തായി? ഉത്തരം അടയ്ക്കപ്പെട്ടു. ആറാമത്തെ ചോദ്യം, മഴ എന്തിൽ നിന്ന് നിലച്ചു? ഉത്തരം ആകാശത്തിൽ നിന്ന്. ഏഴാമത്തെ ചോദ്യം, വെള്ളം ഭൂമിയിൽ നിന്ന് എങ്ങനെയായിരുന്നു കുറഞ്ഞത്? ഉത്തരം ക്രമേണ. എട്ടാമത്തെ ചോദ്യം, 7-ാം മാസം 17-ാം തീയതി പെട്ടകം എവിടെ താങ്ങി? ഉത്തരം അരരാത് പർവ്വതങ്ങളിൽ. ഒമ്പതാമത്തെ ചോദ്യം, പെട്ടകം തങ്ങിയത് ഏത് മാസത്തിലായിരുന്നു? ഉത്തരം 7-ാം മാസം. പത്താമത്തെ ചോദ്യം, 10-ാം മാസം 1-ാം തീയതി എന്താണ് കാണപ്പെട്ടത്? ഉത്തരം പർവ്വത ശിഖരങ്ങൾ. 11-ാമത്തെ ചോദ്യം, എത്ര ദിവസത്തിന് ശേഷം നോഹ ജനൽ തുറന്നു? ഉത്തരം 40 ദിവസത്തിന് ശേഷം. 12-ാമത്തെ ചോദ്യം, നോഹ ആദ്യം വിട്ടയച്ച പക്ഷി ഏത്? ഉത്തരം കാക്ക. 13-ാമത്തെ ചോദ്യം, കാക്ക എന്ത് ചെയ്തു? ഉത്തരം വെള്ളം വറ്റും വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു. 14-ാമത്തെ ചോദ്യം, കാക്കയ്ക്ക് ശേഷം നോഹ വിട്ടയച്ച പക്ഷി ഏത്? ഉത്തരം പ്രാവ്. 15-ാമത്തെ ചോദ്യം, പ്രാവിന് വിശ്രമസ്ഥലം കിട്ടിയോ? ഉത്തരം ഇല്ല. 16-ാമത്തെ ചോദ്യം, പ്രാവ് എവിടേക്ക് മടങ്ങി? ഉത്തരം പെട്ടകത്തിലേക്ക്. 17-ാമത്തെ ചോദ്യം, നോഹ പ്രാവിനെ എങ്ങനെ അകത്തെടുത്തു? ഉത്തരം കൈനീട്ടി. 18-ാമത്തെ ചോദ്യം, വീണ്ടും എത്ര ദിവസം കഴിഞ്ഞ് പ്രാവിനെ വിട്ടയച്ചു? ഉത്തരം 7 ദിവസം കഴിഞ്ഞ്. 19-ാമത്തെ ചോദ്യം, പ്രാവ് വൈകുന്നേരം മടങ്ങി വന്നപ്പോൾ അതിൻ്റെ കൊക്കിൽ എന്തുണ്ടായിരുന്നു? ഉത്തരം ഒലിവ് ഇല. 20-ാമത്തെ ചോദ്യം, ഒലിവ് ഇല എന്തിൻ്റെ അടയാളമായിരുന്നു? ഉത്തരം വെള്ളം കുറഞ്ഞതിൻ്റെ. 21-ാമത്തെ ചോദ്യം, പിന്നെയും എത്ര ദിവസം കാത്തിരുന്നു? ഉത്തരം 7 ദിവസം. 22-ാമത്തെ ചോദ്യം, 3-ാം തവണ പ്രാവിനെ വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം അത് തിരിച്ചു വന്നില്ല. 23-ാമത്തെ ചോദ്യം, നോഹയുടെ ജീവിതത്തിലെ എത്രാമത്തെ വയസ്സിലായിരുന്നു ഈ സംഭവം നടന്നത്? ഉത്തരം 601-ാം വയസ്സിൽ. 24-ാമത്തെ ചോദ്യം, 1-ാം മാസം 1-ാം തീയതി എന്ത് സംഭവിച്ചു? ഉത്തരം വെള്ളം വറ്റി. 25-ാമത്തെ ചോദ്യം, നോഹ എന്ത് നീക്കി? ഉത്തരം പെട്ടകത്തിൻ്റെ മേൽക്കൂര. 26-ാമത്തെ ചോദ്യം, ഭൂമി എങ്ങനെയായിരുന്നു? ഉത്തരം ഉണങ്ങിയിരുന്നു. 27-ാമത്തെ ചോദ്യം, 2-ാം മാസം 27-ാം തീയതി എന്തായി? ഉത്തരം ഭൂമി പൂർണ്ണമായി ഉണങ്ങി. 28-ാമത്തെ ചോദ്യം, പെട്ടകത്തിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം ആരോട് പറഞ്ഞു? ഉത്തരം നോഹയോട്. 29-ാമത്തെ ചോദ്യം, നോഹയുടെ ഭാര്യയും പുറത്തു വന്നോ? ഉത്തരം അതെ. 30-ാമത്തെ ചോദ്യം, നോഹയുടെ പുത്രന്മാർ ആരൊക്കെയായിരുന്നു? ഉത്തരം ഷേം, ഹാം, യാഫേത്ത്. 31-ാമത്തെ ചോദ്യം, അവരുടെ ഭാര്യമാരും പുറത്തു വന്നോ? ഉത്തരം അതെ. 32-ാമത്തെ ചോദ്യം, എല്ലാ മൃഗങ്ങളോടും ദൈവം എന്ത് ചെയ്യാൻ പറഞ്ഞു? ഉത്തരം പെരുകും. 33-ാമത്തെ ചോദ്യം, ഭൂമിയിൽ നിറയാൻ പറഞ്ഞത് ആരോടാണ്? ഉത്തരം മൃഗങ്ങളോടും പക്ഷികളോടും. 34-ാമത്തെ ചോദ്യം, പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടത് ആരൊക്കെയായിരുന്നു? ഉത്തരം മനുഷ്യരും മൃഗങ്ങളും. 35-ാമത്തെ ചോദ്യം, പുറത്തു വന്ന ശേഷം നോഹ എന്തു പണിതു? ഉത്തരം യാഗപീഠം. 36-ാമത്തെ ചോദ്യം, നോഹ യാഗപീഠം പണിതത് ആർക്ക് വേണ്ടി? ഉത്തരം യഹോവയ്ക്ക് വേണ്ടി. 37-ാമത്തെ ചോദ്യം, നോഹ എന്ത് അർപ്പിച്ചു? ഉത്തരം ഹോമയാഗം. 38-ാമത്തെ ചോദ്യം, ഹോമയാഗത്തിനായി എന്ത് എടുത്തു? ഉത്തരം ശുദ്ധമായ മൃഗങ്ങളും പക്ഷികളും. 39-ാമത്തെ ചോദ്യം, യഹോവ എന്ത് മണത്തു? ഉത്തരം സൗരഭ്യമുള്ള യാഗം. 40-ാമത്തെ ചോദ്യം, യഹോവ തൻ്റെ ഹൃദയത്തിൽ എന്തു പറഞ്ഞു? ഉത്തരം ഭൂമിയെ ഇനി ശപിക്കുകയില്ല എന്ന്.
41 ചോദ്യം, മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്ത എപ്പോഴും എങ്ങനെയാണെന്ന് ദൈവം പറഞ്ഞു? ഉത്തരം, ബാല്യം മുതൽ ദോഷമുള്ളത്. 42 ചോദ്യം, ജീവജാലങ്ങളെ വീണ്ടും നശിപ്പിക്കുമോ? ഉത്തരം, ഇല്ല. 43 ചോദ്യം, ഭൂമി നിലനിൽക്കുന്ന കാലം വരെ എന്തൊക്കെ തുടരും? ഉത്തരം, വിതയ്ക്കൽ, കൊയ്ത്ത്. 44 ചോദ്യം, ഭൂമി നിലനിൽക്കുന്ന കാലം വരെ തുടരുമെന്ന് പറഞ്ഞ മറ്റൊന്ന് എന്ത്? ഉത്തരം, തണുപ്പും ചൂടും. 45 ചോദ്യം, ഭൂമി നിലനിൽക്കുന്ന കാലം വരെ തുടരുമെന്ന് ദൈവം പറഞ്ഞ മറ്റൊരു കാലാവസ്ഥാ വ്യത്യാസം ഏത്? ഉത്തരം, വേനലും ശീതകാലവും. 46 ചോദ്യം, ഭൂമി നിലനിൽക്കുന്ന കാലം വരെ അവസാനിക്കുകയില്ലെന്ന് ദൈവം പറഞ്ഞ ദിവസചക്രം ഏത്? പകലും രാത്രിയും. 47 ചോദ്യം, നോഹയുടെ യാഗം ദൈവത്തിന് എങ്ങനെയായിരുന്നു? ഉത്തരം, പ്രസാദകരമായിരുന്നു. 48 ചോദ്യം, ഉൽപ്പത്തി 8 പരാമർശിക്കുന്ന പർവ്വതം ഏത്? ഉത്തരം, അരാരത്ത്. 49 ചോദ്യം, ഒലിവ് ഇല കൊണ്ടുവന്ന പക്ഷി ഏത്? ഉത്തരം, പ്രാവ്. 50 ചോദ്യം, ഉൽപ്പത്തി 8 പ്രധാന സന്ദേശം എന്താണ്? ഉത്തരം, ദൈവത്തിൻ്റെ കരുണ, രക്ഷ, പുതിയ തുടക്കം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.